ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവത്തിന് സകല മഹത്വവും കരയേറ്റുന്നു. ഇന്ന് നമ്മൾ കൂടി വരുന്നത് 195-ാമത്തെ പ്രെയർ സൂം മീറ്റിംഗ് ആണ്. കഴിഞ്ഞ 194 പ്രാവശ്യവും നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാനും അനേകം കാര്യങ്ങളോർത്ത് പ്രാർത്ഥിപ്പാനും ഒക്കെ നമ്മളെ ദൈവം സഹായിച്ചു. അനേകർ കൂടി വരുവാനും വളരെ അനുഗ്രഹിക്കപ്പെട്ട എല്ലാ വെള്ളിയാഴ്ചയും നമുക്ക് തന്നതിനായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഓരോ ദിവസവും നമ്മൾ അനുഭവിക്കുന്ന ദൈവകൃപ എത്ര വലുതാണ്. നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോം നമ്മുടെ ക്രിസ്ത്യൻ ജീവിതത്തിന് വളരെ അനുഗ്രഹമാണ്. നമ്മൾ വളരെയധികം ഈ കാര്യത്തിൽ ഇൻവോൾവ് ചെയ്ത് നമ്മുടെ സമയം തക്കത്തിൽ ഉപയോഗിച്ച് അനേകർക്ക് പ്രയോജനമുള്ളവരാക്കി തീർത്തുകൊണ്ടിരിക്കുകയാണ്. അതിനായിട്ട് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. മായ സ്വർഗീയ പിതാവേ, സ്തോത്രം സ്തോത്രം. ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അവിടുന്ന് സർവ്വവ്യാപിയും സർവജ്ഞാനിയും സർവശക്തനായിരിക്കുന്നത് ഓർത്ത് അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, ആരാധിക്കുന്നു. കർത്താവെ, ഞങ്ങളെ വിളിച്ച് വേർതിരിച്ച് അവിടുത്തെ മക്കളാക്കി തീർത്ത ആ വിലയേറിയ കൃപയ്ക്കായിട്ട്, ആ സ്നേഹത്തിനായിട്ട്, അളവില്ലാത്ത സ്നേഹത്തിനായിട്ട് അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, പാൻഡത്ത് ഫോർ ദ ലിവിങ് വേൾഡ് ഈ 195-ാമത്തെ മീറ്റിംഗിലേക്ക് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഇന്ന് യാതൊരു തടസ്സവും ഇല്ലാതെ എല്ലാവർക്കും ശുശ്രൂഷകൾ ചെയ്യുവാൻ തക്കോണം അവിടുന്ന് കൃപ ചെയ്യണമേ. നെറ്റിനോ മറ്റ് തടസ്സങ്ങളൊന്നും വരാതെ അവിടുന്ന് കൂടെ ഇരിക്കണമേ. ഇത്രത്തോളം അവിടുന്ന് സഹായിച്ചല്ലോ, നടത്തിയല്ലോ, അതിനായി നന്ദിയോടെ സ്തോത്രം. പാൻഡത്ത് ഫോർ ദ ലിവിങ് വേർഡ് എന്ന ഗ്രൂപ്പ് മുഖാന്തരം കർത്താവെ, ഞങ്ങൾക്ക് ആത്മീയമായി വളരുവാൻ തക്കവണ്ണം അവിടുന്ന് അവസരങ്ങൾ ഒരുക്കി തരുന്നത് ഓർത്ത് സ്തോത്രം. ഞങ്ങൾക്ക് തന്നിരിക്കുന്ന സമയം തക്കത്തിൽ ഉപയോഗിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ ഓരോരുത്തരെയും ബലപ്പെടുത്തണമേ. കർത്താവെ, ഇന്നത്തെ ശുശ്രൂഷകൾ ചെയ്യുന്ന എല്ലാവരെയും അവിടുത്തെ കയ്യിൽ ഭരമേൽപ്പിക്കുവാണ്. കർത്താവെ, നല്ല രീതിയിൽ ലീഡ് ചെയ്യുവാനായിട്ട് ശാന്തമാമയെ അവിടുന്ന് എടുത്ത് ഉപയോഗിക്കണമേ. കൊടുത്തിരിക്കുന്ന എല്ലാ കൃപകൾക്കായിട്ടും നന്ദിയോടെ സ്തോത്രം. കർത്താവെ, മക്കളെല്ലാവരും ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ അവിടുന്ന് കാത്ത് പരിപാലിച്ചു കൊള്ളണമേ. ആന്റിയുടെ എല്ലാ ശുശ്രൂഷകളും അവിടുന്ന് അനുഗ്രഹമാക്കി തീർത്ത് സഹായിക്കണമേ, ബലപ്പെടുത്തണമേ. കർത്താവെ, പാട്ടുപാടുവാനിരിക്കുന്ന എൽസി ആന്റിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം കൊടുത്തിരിക്കുന്ന കഴിവുകൾ ദൈവനാമ മഹത്വത്തിനായിട്ട് കർത്താവെ വളരെ ഉത്സാഹത്തോടെ ഞങ്ങൾക്കൊക്കെ മാതൃകയായിരിക്കുന്നത് ഓർത്ത് നന്ദിയോടെ സ്തോത്രം. ആന്റിക്കും ആവശ്യമായ എല്ലാ കൃപകളും കൊടുത്ത് നല്ല രീതിയിൽ പാടുവാനും അത് ഞങ്ങൾക്കെല്ലാം കേട്ട് സന്തോഷിച്ച് ദൈവത്തെ സ്തുതിപ്പാൻ തക്കോണം അവിടുന്ന് കൃപ ചെയ്യണമേ. കർത്താവെ, മെസ്സേജ് പറയാനിരിക്കുന്ന ലീലാമാന്റിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പലപ്പോഴും ആന്റിയിൽ നിന്ന് കേട്ട് ഞങ്ങൾക്ക് പഠിക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ആന്റിയുടെ എല്ലാ സുവിശേഷ പ്രവർത്തനങ്ങളിലും അവിടുന്ന് കൂടെ ഇരിക്കണമേ. ഇന്ന് കർത്താവെ, അവിടുന്ന് പരിശുദ്ധാത്മാവിന്റെ നിറവോടുകൂടി സംസാരിക്കുവാനും കർത്താവെ, ഞങ്ങളോട് ഓരോരുത്തരോടും സംസാരിക്കണമേ, എന്നോട് സംസാരിക്കണമേ എന്ന പ്രാർത്ഥനയോടെ എല്ലാവരും ഇരിക്കുവാനും അത് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം അവിടുന്ന് കൃപ ചെയ്യണമേ. കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥനയ്ക്കായിട്ട് സമയം എടുത്തിരിക്കുകയാണ്. ആ സമയത്ത് കർത്താവെ, എല്ലാവർക്കും പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം അവിടുന്ന് സമയത്തെ നൽകി തന്ന് ഞങ്ങൾ ഇപ്പോൾ കേട്ടതുപോലെ കർത്താവിനോടുള്ള ഒരു സംഭാഷണമാണ് പ്രാർത്ഥന. കർത്താവിനോടുള്ള ഒരു ക്ലോസ് റിലേഷൻഷിപ്പാണ് കർത്താവെ പ്രാർത്ഥന. ഞങ്ങൾ ജ്ഞാനത്തോടും ബുദ്ധിയോടും വേഗത്തോടും കൂടെ ഏകാഗ്രത ഹൃദയത്തോടെ ഹൃദയനുറുക്കത്തോടെ ഞങ്ങൾക്ക് ലഭിച്ചു എന്നുള്ള വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം എല്ലാവരെയും ബലപ്പെടുത്തണമേ. അനേക വിഷയങ്ങൾ അവിടുത്തെ സന്നിധിയിൽ ഭരമേൽപ്പിക്കുമ്പോൾ സ്വർഗത്തിലെ അപ്പച്ച അവിടുന്ന് കേട്ട് ഉത്തരമരളണമേ. കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങൾ പ്രാർത്ഥിച്ച ഓരോ കാര്യത്തിനും അവിടുന്ന് കേട്ട് ഉത്തരം അരളിയല്ലോ, അതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. ഇനിയും ഉത്തരം തരേണ്ട ആ കാര്യങ്ങൾ ഞങ്ങൾ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം സഹായിക്കണമേ. ക്ലോസിംഗ് പ്രെയർ ചെയ്യാനിരിക്കുന്ന ലതാ സിസ്റ്ററെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കൊടുത്തിരിക്കുന്ന എല്ലാ ആത്മീയ കൃപകൾക്കായിട്ടും സന്തോഷത്തിനായിട്ടും സ്തോത്രം. കുടുംബത്തെയും മക്കളെയും എല്ലാം അവിടുന്ന് അനുഗ്രഹിക്കണമേ, ബലപ്പെടുത്തണമേ. കൂടി വന്ന എല്ലാവരെയും ഒരു പ്രാവശ്യം കൂടി അവിടുത്തെ കയ്യിൽ ഭരമേൽപ്പിക്കുന്നു. ഈ ഗ്രൂപ്പിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഷീബ സിസ്റ്ററെയും എല്ലാ സഹോദരിമാരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കൊടുത്തിരിക്കുന്ന എല്ലാ ഉത്സാഹത്തിനായിട്ടും കൃപയ്ക്കായിട്ടും സ്തോത്രം. അവിടുന്ന് ചെയ്ത നന്മകൾക്കായിട്ട് സ്തോത്രം. എല്ലാം വാഴ്ത്തപ്പെട്ട യേശുക്രിസ്തുവിന്റെ നാമത്തിൽ
താഴ്മയായി അപേക്ഷിക്കുന്നു. കൃപയുണ്ടായി കേൾക്കുമാറാകണമേ. ആമേൻ. ആമേൻ. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായ വചന ശുശ്രൂഷയിലേക്ക് നാം കടക്കുകയാണ്. അതിനായിട്ട് നമുക്ക് ദൈവസനെ താഴ്ന്ന് ബലം പ്രാപിക്കാം. കേൾക്കുക മാത്രമല്ല, അത് നമ്മുടെ ജീവിതത്തിൽ അത് പ്രാബല്യമാക്കി കൊണ്ടുവരുവാനും ദൈവം സഹായിക്കട്ടെ. അതിനായിട്ട് ഞാൻ ലീലാമ്മ കുര്യാക്കോസ് സഹോദരിയെ സ്നേഹത്തോടെ ക്ഷണിച്ചുകൊള്ളുന്നു. 20 മിനിറ്റ് ആണ് അതിനായിട്ട് നമ്മൾ ഒരുക്കി വെച്ചിരിക്കുന്നത്. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവനാമം മാത്രം മഹിമപ്പെടുമാറാകട്ടെ. നമുക്ക് ഈ സംഭവകരമായ ലോകത്തിൽ വളരെ പ്രതിസന്ധികളും പ്രയാസങ്ങളും നിറഞ്ഞ ലോകത്തിൽ നമുക്ക് ഓരോ നിമിഷം തോറും കേൾക്കുന്ന വാർത്തകളും കാണുന്ന വാർത്തകളും ഒക്കെ ഞെട്ടിക്കുന്ന സംഭവങ്ങളാണ്. ആ സമയത്ത് അങ്ങനെയുള്ള ജനത്തിന്റെ മധ്യത്തിൽ ഏഴകളായി നമ്മുടെ കർത്താവിനാൽ വീണ്ടെടുക്കപ്പെട്ട് രക്ഷപ്പെട്ട നമ്മളെ കർത്താവ് നമ്മളെ രക്ഷിച്ച് നമ്മളെ ആ ഭാഗ്യ പദവിയിലേക്ക് നമ്മളെ കൊണ്ടുവന്നുകൊണ്ട് ഇന്നും നമുക്കിങ്ങനെ ഈ സൂം മീറ്റിംഗിലേക്ക് കടന്നു വരാൻ തോക്കണം കർത്താവ് നമ്മളെ സഹായിച്ചു. ഇത്രത്തോളം പേർക്ക് സന്തോഷത്തോടെ സമാധാനത്തോടെ കർത്താവിന്റെ സന്നിധി ഇരിപ്പാൻ തോക്കണം കർത്താവ് സഹായിച്ചതിന് വേണ്ടി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നാം ഇന്ന് പ്രാർത്ഥനയ്ക്ക് വേണ്ടിയാണ് കടന്നു വന്നിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലെ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എത്രയോ അതേറ്റവും നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ വയ്യാത്ത കാര്യമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ആ ഒരു കാര്യത്തിന് വേണ്ടിയാണ് നമ്മൾ ഇന്ന് കടന്നു വന്നിരിക്കുന്നത്. നമ്മുടെ മെയിൻ വിഷയം അതാണ് പ്രാർത്ഥന. പ്രാർത്ഥന എന്നാൽ എന്താണ്? പ്രാർത്ഥന എനിക്ക് ഇന്ന് ഞാൻ എടുത്തിരിക്കുന്ന പ്രാർത്ഥനാ വിഷയങ്ങള് ഞാൻ വെളിപ്പാട് വരെ വായിക്കുക എനിക്കുണ്ട്. അപ്പം ഈ 16 വർഷം ഞാൻ എണ്ണിട്ടുള്ളത് 16 പ്രാവശ്യം വായിച്ചു കഴിഞ്ഞു. അന്ന് ബൈബിൾ ക്വിസുകൾ 10,700 എണ്ണത്തോളം എഴുതിയിട്ടുണ്ട്. പ്രാർത്ഥനയുടെ എല്ലാ പോയിന്റ്സുകളും എല്ലാ റെഫറൻസുകളും ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഒരു ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട് പേപ്പറിൽ. അപ്പൊ അതിൽ നിന്ന് ചില വാക്യങ്ങൾ എടുത്താണ് ഇന്ന് ഞാൻ പ്രാർത്ഥനയെ കുറിച്ച് മാത്രമാണ് എന്ന് പറയാൻ കർത്താവ് എനിക്ക് തന്നിരിക്കുന്നത്. അതിനുവേണ്ടി ഞാൻ എന്റെ ദൈവങ്ങളുടെ പ്രാർത്ഥന അപേക്ഷിക്കുകയാണ്. കർത്താവ് മാത്രം എന്നെക്കുറിച്ച് സംസാരിക്കണം. എനിക്കൊന്നും അറിയില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ. എന്നാൽ എന്റെ കർത്താവ് മാത്രം എന്നെക്കുറിച്ച് സംസാരിക്കണം. കർത്താവിന് തന്നെ ഞാൻ താണിരിക്കുകയാണ്. ദൈവങ്ങളുടെ പ്രാർത്ഥന അപേക്ഷിച്ചുകൊണ്ട് നമുക്ക് വിഷയത്തിലേക്ക് വരാം. പ്രാർത്ഥനാ ജീവിതം എന്നത് ഒരു ദൈവത്തിന് ഒഴിച്ചുകൂടാത്ത കാര്യമാണ്. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. അത് ഏത് കാര്യവും പ്രാർത്ഥനയിൽ കൂടി മാത്രമാണല്ലോ സാധിക്കുന്നത്. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഇത് മാത്രമാണ് സാധിക്കുന്നത്. പ്രാർത്ഥനാ ജീവിതം എന്താണ്? അത് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. പ്രാർത്ഥനാ ജീവിതം പറഞ്ഞാൽ എന്താണ്? സങ്കീർത്തനക്കാരൻ ദാവീദ് എന്താണ് പറയുന്നത്? സങ്കീർത്തനം 5:3 നമുക്ക് വായിക്കുമ്പോൾ, യഹോവേ രാവിലെ എന്റെ പ്രാർത്ഥന കേൾക്കണം, രാവിലെ ഞാൻ നിനക്കായി ഒരുക്കി കാത്തിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നമുക്ക് രാവിലെ എന്റെ പ്രാർത്ഥന കേൾക്കണം, രാവിലെ ഞാൻ നിനക്കായി ഒരുക്കി കാത്തിരിക്കുന്നു. എന്താണ് ദാവീദ് ഒരുക്കി കാത്തിരിക്കുന്നത്? രാവിലത്തെ പ്രാർത്ഥന. രാവിലെ നിങ്ങളൊക്കെ എത്ര സമയത്ത് എഴുന്നേൽക്കും പ്രാർത്ഥിക്കാനെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മളൊരു 4 മണിക്ക് അല്ലെങ്കിൽ ഒരു 4:30 വെളുപ്പിനെ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചെങ്കിലേ നമുക്ക് നമ്മുടെ പ്രാർത്ഥന നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം ദിവസം പ്രാർത്ഥിക്കാൻ തക്കോണം കഴിയത്തും. ആ നിലയിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ ആണെങ്കിൽ നമ്മൾ വെളുപ്പിനെ 4 മണിക്ക് അല്ലെങ്കിൽ 4:30 എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം. എനിക്ക് അങ്ങനെ ഒരു കൃപ ദൈവം തന്നിട്ടുണ്ട്. എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ട്. ആ അനുഭവം ദൈവത്തിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ആ നിലയിൽ പ്രാർത്ഥിക്കാൻ തക്കോണം കർത്താവ് ഇടയാക്കുന്നുണ്ട്. ആ നിലയിൽ നമ്മളെല്ലാ വിഷയങ്ങളും നമുക്ക് അന്നേരം നമ്മളെ ശല്യം ചെയ്യാൻ ആരുമില്ല, ഒന്നുമില്ല. എല്ലാവരും കിടന്നുറങ്ങുകയാണ്, ജീവികളൊക്കെ ഉണർന്നിട്ടില്ല. ആ സമയം നമുക്ക് പ്രാർത്ഥിക്കാം. പക്ഷെങ്കിൽ അത് നമുക്ക് ഉറക്കെ പ്രാർത്ഥിക്കാൻ, ഉച്ചത്തിൽ പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല. കാര്യം അവരൊക്കെ ഉണരും. അതുകൊണ്ട് നമ്മുടെ അല്ലെ പോലെ ചുണ്ട് അലക്കി നമ്മുടെ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി നമുക്ക് പ്രാർത്ഥിക്കാൻ, എല്ലാ വിഷയങ്ങളും ശ്രദ്ധയോടെ പ്രാർത്ഥിക്കാൻ, നമ്മുടെ ഹൃദയകരണങ്ങളാൽ കർത്താവിനെ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കാൻ തൊക്കെ കഴിയും. ഇത് പ്രിയരെ, നമ്മുടെ കർത്താവിനെ അതിനായി നമുക്ക് ഒരുക്കി കാത്തിരിക്കാം. കർത്താവിനെ തന്നെ നമുക്ക് വരാം, നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദാവീദ് ദൈവത്തിനായി ഒരുക്കി കാത്തിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. രാവിലെ ഉള്ള പ്രാർത്ഥനയ്ക്ക് വളരെ ഒരു പ്രത്യേകതയുണ്ട്. അത് രാവിലത്തെ നമ്മുടെ പ്രാർത്ഥന ഞാൻ പറഞ്ഞല്ലോ, അത് നമുക്ക് ഏറ്റവും അനുഗ്രഹമാണ് ആ പ്രാർത്ഥന. സങ്കീർത്തനക്കാരനായ ദാവീദ് 119 സങ്കീർത്തനത്തിലും അങ്ങനെ തന്നെ പറയുന്നു. 147 വാക്യത്തിൽ, ഞാൻ ഉദയത്തിന് മുമ്പേ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നു, നിന്റെ വചനത്തിൽ ഞാൻ പ്രത്യാശ വെച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവിന്റെ വചനത്തിൽ പ്രത്യാശ വെക്കാൻ തക്കോണം, നമുക്ക് ഉദയത്തിന് മുമ്പേ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ തക്കോണം നമുക്ക് ഒരു അവസരം ലഭിച്ചാൽ അത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവും പദവിയുമാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം? എത്ര പേര് എനിക്ക് അറിയത്തില്ല, നിങ്ങളൊക്കെ അങ്ങനെ പ്രാർത്ഥിക്കുന്നവരായിരിക്കും. ഒരു പക്ഷെങ്കിൽ നമ്മൾ 6 മണിക്കോ 7 മണിക്കോ എഴുന്നേറ്റാലും നമുക്ക് ആ പ്രാർത്ഥന എത്രത്തോളം അനുഗ്രഹമാക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് നമുക്ക് സ്വാതന്ത്ര്യമായി പ്രാർത്ഥിക്കുകയും വചനം വായിക്കുകയും ചെയ്യണമെങ്കിൽ നമ്മൾ പ്രഭാതത്തിൽ തന്നെ എഴുന്നേറ്റ് അതിന് പ്രത്യേകത ഉണ്ട് ആ പ്രാർത്ഥനയ്ക്ക്. നമുക്ക് പ്രത്യേകമായി നമ്മുടെ പ്രഭാതത്തിൽ എഴുന്നേറ്റ് നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം. കർത്താവിന്റെ പൊന്നോ നമുക്ക്
ഹൃദയങ്ങളെ കണ്ടുകൊണ്ട് നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്താൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഒന്നാമതായി പ്രാർത്ഥനയിൽ ദൈവത്തോടുള്ള നിലവിളി. എന്താണ് നമ്മുടെ പ്രാർത്ഥനയുടെ ദൈവത്തോടുള്ള നിലവിളി? പുറപ്പാട് പുസ്തകം 2:23 നമ്മൾ വായിക്കുന്നു, ഇസ്രായേൽ അടിമവേല നിമിത്തം നെടുവീർപ്പിട്ട് നിലവിളിച്ചു. നമുക്കറിയാം ഇസ്രായേൽ മക്കൾ മിസ്രൈമിലുള്ള അടിമവേല അവരുടെ ജീവിതത്തിൽ എത്രയോ ഭാരവും പ്രയാസമാണ് അനുഭവിച്ച് നമുക്ക് കാണുവാൻ കഴിയും. അവരെ ദൈവത്തോട് നിലവിളിക്കുകയാണ്, നെടുവീർപ്പിട്ട് നിലവിളിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഹൃദയം തകർന്ന് അവർ നിലവിളിക്കുകയാണ്, ദൈവത്തോട് ചോദിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്, അവരെ നിലവിളിക്കുകയാണ്. എന്റെ പ്രിയരെ, നമ്മുടെ ഏത് കാര്യത്തിലും നമുക്ക് പറയാം, ദൈവത്തോട് നമുക്ക് നിലവിളിക്കാം. നമുക്ക് നമ്മുടെ കർത്താവ് ഉണ്ട്, നമ്മളെ തള്ളിക്കളയാത്ത, മറന്നു കളയാത്ത, നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന കർത്താവ്, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് കർത്താവിന്റെ കഥകൾ തുറന്നിരിക്കുന്നത് നമുക്കറിയാം. ആ പ്രാർത്ഥന നമ്മുടെ കർത്താവിന്റെ സന്നിധിയിലേക്ക് നമുക്ക് ഉയർത്താം. അതിനുവേണ്ടി കർത്താവ് നമ്മെ സഹായിക്കട്ടെ. സങ്കീർത്തനം 34:6 ഈ അടിയവൻ നിലവിളിച്ചു ഇപ്പോൾ കേട്ടു. ദൈവത്തോടുള്ള നിലവിളി എത്ര വലിയൊരു കാര്യമാണ്. നമുക്ക് അനുഭവിച്ചറിയാൻ തൊക്കണം കർത്താവ് നമ്മുടെ ഇടയാക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവസേനയിൽ നമുക്ക് അതിനുവേണ്ടി നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കാം. നാം ഒന്നുമില്ല എന്നുള്ളത് പറഞ്ഞുകൊണ്ട് കർത്താവ് സേനയിൽ താണിരുന്നുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ടവരെ. അതുപോലെ തന്നെ സഭാപ്രസംഗം 1:4 പീഡിതന്മാർ കണ്ണീരൊഴുക്കുന്നു. നമ്മുടെ മനുഷ്യന് ഒരു പീഡനം ഉണ്ടായാല് അവരെങ്ങനെയാണ് കണ്ണീരൊഴുക്കുന്നത്, അവരെങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത് നമുക്കറിയാം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇങ്ങനെ അനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ടല്ലോ. പല സാഹചര്യത്തിൽ, പല സമയങ്ങളില്, പല സംഭവങ്ങളില് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇങ്ങനെ പീഡനങ്ങളൊക്കെ അനുഭവിക്കുന്നുണ്ട്. നമുക്ക് കണ്ണീരൊഴുക്കേണ്ട അവസ്ഥകൾ വരുന്നുണ്ട്. നമ്മുടെ കർത്താവിന് നമുക്ക് അതിനു വേണ്ടി നമുക്ക് നമ്മുടെ കണ്ണുകളെ ഉയർത്താം. 2 രാജാക്കന്മാർ 22:19 നിന്റെ ഹൃദയം അലിഞ്ഞ് നീ യഹോവയുടെ മുമ്പാകെ നിന്നെ തന്നെ താഴ്ത്തുകയും എന്റെ മുമ്പാകെ കരയുകയും ചെയ്തതുകൊണ്ട് ഞാനും നിന്റെ അപേക്ഷ കേട്ടിരിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ കർത്താവിന്റെ സന്നിധിയിൽ നമ്മൾ അപേക്ഷിക്കുമ്പോൾ, നമ്മുടെ ഹൃദയം നമ്മുടെ കർത്താവിനോട് പകരുമ്പോൾ, നമ്മുടെ കർത്താവിനെ നമ്മൾ മഹത്വപ്പെടുത്തുമ്പോൾ, നമ്മുടെ കർത്താവിനോട് കരയുമ്പോൾ നമ്മുടെ കർത്താവ് നമ്മളോട് പറയാണ്, ഞാനും നിന്റെ അപേക്ഷ കേട്ടിരിക്കുന്നു. നമ്മുടെ അപേക്ഷ കേൾക്കാൻ കർത്താവ് വലിയ മതിയായവനാണ്. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഒരു കുറവുകളുണ്ടെങ്കിൽ, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് തെറ്റുകളുണ്ടെങ്കിൽ അതൊന്നും കർത്താവ് ഓർക്കത്തില്ല. നീ പറഞ്ഞ അത്ര ഒത്തില്ല, അല്ലെങ്കിൽ നിന്നെ ഞാൻ സ്വീകരിക്കത്തില്ലെന്ന് നമ്മുടെ കർത്താവ് പറയത്തില്ല. നമ്മളെ നിന്ദിക്കത്തില്ല. നമ്മുടെ കണ്ണീരൊഴുക്കി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കണ്ണുനീർ കാണുവാൻ നമ്മുടെ കർത്താവിന്റെ കരങ്ങൾ നമ്മളെ തന്നെ താഴ്ത്തി സമർപ്പിക്കുക. കർത്താവിനോട് നമ്മുടെ കണ്ണീർ ഒഴുക്കുക, നമുക്ക് പ്രാർത്ഥിക്കാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ കരങ്ങളിൽ നമ്മളെ തന്നെ താഴ്ത്തി സമർപ്പിക്കാം. കർത്താവിന്റെ കൃപ നമുക്ക് ധാരാളം അനുഭവിക്കാം. അതിനുവേണ്ടി നമ്മുടെ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. രണ്ടാമതായി, അനുദപിക്കുന്നവർക്കുള്ള വാഗ്ദാനങ്ങൾ. എസ്രായുടെ പുസ്തകം 10:1 നമ്മൾ വായിക്കുന്നു. എസ്രാ ഇങ്ങനെ ദൈവത്തിന് മുമ്പിൽ വീണ് കിടന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുകയും ഏറ്റു പറയുകയും ചെയ്തപ്പോൾ വലിയൊരു സഭ അവന്റെ അടുക്കൽ വന്നു. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. അവൻ വീണ് കിടന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ, എസ്രാ ഇങ്ങനെ വീണ് കിടന്ന് കർത്താവിന് മുമ്പിൽ പ്രാർത്ഥിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? അവന്റെ മുമ്പിൽ വലിയൊരു സഭ വന്നു കൂടി. അവന്റെ കണ്ണീരും അവന്റെ പ്രാർത്ഥനയുടെ ഫലമായി ഒരു സഭയെ കർത്താവ് എസ്രായുടെ മുൻപിൽ കൂട്ടി വരുത്തി. എന്റെ പ്രിയപ്പെട്ടവരെ, എത്രയോ സന്തോഷമാണ്. നമ്മൾ ഓർത്ത് നോക്കിയേ, അവൻ വീണ് കിടന്ന് കർത്താവിന് താണി വീണ് കിടന്ന് കരയുകയാണ്. ദൈവമേ, ഞാൻ ഒന്നുമില്ലെന്ന് ഞാൻ സമ്മതിക്കുന്നു, എന്റെ പ്രാർത്ഥന ദൈവം കേൾക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് എസ്രാ പ്രാർത്ഥിക്കുമ്പോൾ വലിയൊരു സഭ അതെ എസ്രായുടെ മുൻപിൽ ഒന്നിച്ച് വന്ന് കൂടുകയാണ്. അപ്പൊ എത്രയോ സന്തോഷമാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ചുറ്റുപാടുള്ളവർക്ക്, നമ്മുടെ കൂട്ടുവിശ്വാസം, നമ്മുടെ സഭയിൽ അനേക പ്രിയപ്പെട്ടവർ കടന്നു വരുന്നതിന് വേണ്ടി നമുക്ക് ദൈവത്തിന് താഴ് വീണ് കിടന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കാം. നമുക്ക് കൂട്ടുവിശ്വാസമുള്ള ദൈവം തരും. അതെ, എന്റെ ജീവിതത്തിൽ ഞാൻ വളരെ പ്രാർത്ഥിക്കുന്നുണ്ട് ആ കാര്യത്തിൽ. ഞങ്ങൾക്ക് സഭയ്ക്ക് വിശ്വാസികൾ കുറവാണ്. ഞങ്ങൾക്ക് എല്ലാ യുവ സഹോദരന്മാരെല്ലാം വെളിയിലാണ്. അപ്പൊ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും, കർത്താവേ അവിടുന്ന് തടസ്സം വരുത്തരുതേ, കുറവുകൾ ഓർക്കരുതേ, പ്രാർത്ഥന കർത്താവ് കേൾക്കണമേ, മറുപടി തരണമേ, കൂട്ടുവിശ്വാസികളെ തരണമേ. പലരും രക്ഷിക്കപ്പെട്ടിട്ടുണ്ട് ഈ ചുറ്റുപാടുള്ള സുവിശേഷമായിട്ടുണ്ട്. പക്ഷെ അവർക്ക് വിട്ടുപോരുവാൻ വലിയ പ്രയാസമാണ്. എന്നാൽ നമ്മുടെ കർത്താവിനോട് നമ്മൾ കരയുമ്പോൾ നമ്മുടെ സഭ ജനങ്ങൾ ദൈവം വന്നു കൂടും. വളരെ പേരെ കർത്താവ് കൂട്ടി വരുത്തും. നമുക്ക് കിടന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മുടെ അനുതാപം, കർത്താവ് നമ്മുടെ പ്രാർത്ഥന, കർത്താവ് നമ്മുടെ താഴ്മ അറിഞ്ഞ് നമ്മുടെ കർത്താവ് നമ്മളെ സഹായിക്കും. അതിനുവേണ്ടി നമ്മളെ തന്നെ താഴ്ത്തി സമർപ്പിക്കാം. നമുക്ക് നമ്മുടെ കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അതുപോലെ സങ്കീർത്തനം 35:18 നമ്മൾ വായിക്കുന്നത്, ഹൃദയം നിറഞ്ഞ സമീപസ്ഥൻ. നമ്മുടെ ഹൃദയം നുറുങ്ങുന്നുണ്ടോ? ഓരോ ദിവസവും ഓരോ നിമിഷം തോറും നമ്മുടെ കർത്താവിന്റെ പാദപീഠത്തിൽ നമ്മൾ ഇരിക്കുമ്പോൾ ഹൃദയനിർക്കത്തോടു കൂടിയാണോ നമ്മൾ പ്രാർത്ഥിക്കുന്നത്? നമ്മുടെ ആവശ്യങ്ങൾ ചിലപ്പം നമ്മൾ പല കാര്യങ്ങളും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഹൃദയം നുറുങ്ങും. അതിന് സംശയമില്ലാത്തൊരു കാര്യമാണ്. നമ്മുടെ ആ ഹൃദയനിർക്കത്തോടു കൂടി നമ്മുടെ കർത്താവിന്റെ പാദപീഠത്തെ കുറിച്ചെല്ലാം നമ്മുടെ കർത്താവ് നമ്മളെ തള്ളിക്കളയുക, ഉപേക്ഷിച്ച് കളയുക, മറന്നു കളയില്ല. അവിടെ നമ്മുടെ കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന കർത്താവാണ്. നമ്മളെ നാളും
ഞാൻ നിന്നെ ഒരു നാൾ തള്ളിക്കളയിൽ ഉപേക്ഷിക്കുന്നത് പറഞ്ഞ കർത്താവ് വാഗ്ദത്തങ്ങൾ നമ്മുടെ കർത്താവ് വിശ്വസ്തനാണ്. നമ്മൾ പലപ്പോഴും അവിശ്വസ്തരായി പോകാറുണ്ട്. എന്താണ് നമ്മുടെ കർത്താവ് പരിപൂർണമായി വിശ്വസ്തനായി നമ്മളെ നയിക്കുന്നു, നമ്മളെ പോറ്റുന്നു, പുലർത്തുന്നു, നമ്മളെ സഹായിക്കുന്നു, കരുതുന്നു. നമ്മുടെ എല്ലാ വേളകളിലും കർത്താവ് നമുക്ക് മര്യാദയായി പോകുന്നു. അതുപോലെ രൂപശേഷം 6:11 ഇപ്പോൾ കരയുന്നവൻ ഭാഗ്യവാൻ കരയുന്നവർ ഭാഗ്യവാന്മാർ, നിങ്ങൾ ചിരിക്കും, ദൈവനാമത്തിൽ മഹത്വം ഉണ്ടാട്ടെ. അതെ, ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാം, എന്നാൽ നമുക്ക് ചിരിക്കേണ്ട അനുഭവം കർത്താവ് ആ സമയം തരും. നമ്മുടെ കണ്ണുനീർ കണ്ട് മനസ്സരിഞ്ഞ് നമുക്ക് കർത്താവിൽ സന്തോഷിപ്പാനും കർത്താവിൽ ചിരിക്കുവാനും കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവന്റെ മഹത്വം കണ്ടുകൊണ്ട് നമ്മുടെ കർത്താവിന്റെ സന്നിധിയിലേക്ക് നമുക്ക് അടുത്തെല്ലാം നമ്മളിപ്പോൾ കരഞ്ഞ ദിവസം പ്രാർത്ഥിക്കാം. നമ്മുടെ കണ്ണുനീരിന്റെ ഫലം കർത്താവ് തരും. നമ്മളിപ്പോൾ കേട്ടല്ലോ ഷീബ പറയുന്നത് തിങ്കളാഴ്ച മുതൽ സഭ കൊണ്ട് പണി തുടങ്ങുകയാണ്. നമ്മളെല്ലാവരും ദേശന്റെ വിഷയം വെച്ച് പ്രത്യേകം കണ്ണുകൾക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ പ്രാർത്ഥന കേട്ടു. ആ വിഷയം കർത്താവ് കർത്താവ് അതിന്മേൽ കർത്താവ് പ്രവർത്തിച്ചു. തിങ്കളാഴ്ച മുതൽ പണി പിന്നെയും തുടങ്ങുകയാണ്. ആ പണി എത്രമേ തീരുവാൻ തൊക്കണം. കർത്താവ് സഹായിക്കണം. നമുക്ക് പിന്നെയും തുടർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. ദൈവത്തിന്റെ തന്നെ നമുക്ക് അങ്ങനെ പ്രാർത്ഥിക്കാം. അവിടുത്തെ പാതുകൂടി നമുക്ക് നമ്മളെ തന്നെ താഴ്ത്തി സമർപ്പിക്കാം. മൂന്നാമതായി പ്രാണൻ ഉള്ളിൽ ക്ഷീണിച്ചപ്പോൾ ഉള്ള പ്രാർത്ഥന. നമ്മുടെ പ്രാണൻ ഉള്ളിൽ ക്ഷീണിച്ചപ്പോൾ ഉള്ള പ്രാർത്ഥനയാണ് നമ്മൾ പിന്നീടായി നമുക്ക് കാണുന്നത്. യോനയുടെ പുസ്തകം 2:7 നമ്മൾ വായിക്കുന്നു. എന്റെ പ്രാണൻ എന്റെ ഉള്ളിൽ ക്ഷീണിച്ചപ്പോൾ ഞാൻ യഹോവയെ ഓർത്തു. അതെ, 2-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിന്റെ ആദ്യത്തെ ഭാഗമാണ്. ആദ്യത്തെ ഭാഗം മാത്രമാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. എന്റെ പ്രാണൻ എന്റെ ക്ഷീണിച്ചപ്പോൾ ഞാൻ യഹോവയെ ഓർത്തു. എപ്പോഴാണ് യോനയുടെ പ്രാണൻ ഉള്ളിൽ ക്ഷീണിച്ചത് നമുക്കറിയാം. അത് അവൻ അനുസരണം കെട്ട് അവൻ കപ്പൽ കയറിപ്പോയി കപ്പലുകാരെ ആകപ്പാടെ ഭാരപ്പെടുത്തി അവൻ പറഞ്ഞു എന്നെ എടുത്ത് കടലിലേക്ക് തട്ടാൻ പറഞ്ഞു. അങ്ങനെ കടലിലേക്ക് അവനിട്ട് കർത്താവ് മത്സ്യത്തെ ആക്കി മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്നപ്പോഴാണ് അവന്റെ പ്രാണൻ യഹോവയെ ഓർത്തത്. അവന്റെ പ്രാണൻ എന്റെ പ്രാണൻ എന്റെ ഉള്ളിൽ ക്ഷീണിച്ചപ്പോൾ ആ മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്ന യോനയുടെ പ്രാണൻ ക്ഷീണിച്ചു. അവനെ ഒരു വലിയൊരു ആതപ്പ തന്നെ ഉണ്ടായി എന്ന് അവന് മനസ്സിലായി. അവൻ ക്ഷീണിച്ചപ്പോൾ ഞാൻ യഹോവയെ ഓർത്തു. അന്നേരമാണ് യഹോവയെ ഓർക്കുന്നത്. ആദ്യം കർത്താവിന്റെ സന്നിധി വിട്ട് അനുസരണം കെട്ട് പോയ യോന മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്നപ്പോൾ യഹോവയെ ഓർത്തു. പ്രാണൻ ക്ഷീണിച്ചു, അവന്റെ പ്രാണൻ ഉള്ളിൽ ക്ഷീണിച്ചു. അപ്പോൾ അവൻ യഹോവയെ ഓർത്തു. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്കും നമ്മുടെ ജീവിതത്തിലും നമുക്ക് ഇങ്ങനെ ചില പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ പ്രാണൻ നമ്മുടെ ഉള്ളിൽ ക്ഷീണിച്ചു പോകത്തില്ലേ? എനിക്ക് പലപ്പോഴും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. പ്രാണൻ ഉള്ളിൽ ക്ഷീണിക്കുമ്പോൾ നമുക്ക് ചെല്ലുവാനുള്ളത് നമ്മുടെ കർത്താവിന്റെ സന്നിധി മാത്രമാണ്. ആ കൃപാസനത്തോട് നമ്മൾ അടുത്ത് ചെന്ന് നമ്മുടെ കണ്ണുകൾ നമ്മുടെ കർത്താവിന്റെ കണ്ണുകളിലേക്ക് ഉയർത്തി നമ്മുടെ മുഖം അങ്ങോട്ടൊന്ന് തിരിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുമ്പോൾ നമ്മുടെ കണ്ണുനീരും നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ കർത്താവ് കേൾക്കും, നമ്മളെ ആശ്വസിപ്പിക്കും, നമ്മുടെ കണ്ണുനീർ കർത്താവ് തുടയ്ക്കും. നമ്മുടെ കർത്താവിന്റെ സന്നിധി നമുക്ക് ഭയഭക്തിയോടെ നമ്മുടെ സന്നിധി പാതപെടുത്തി നമുക്ക് വീഴാം. നമുക്ക് കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. നമ്മുടെ കർത്താവിന്റെ സന്നിധി നമ്മളെ ക്ഷീണിച്ചു പോകാതെ മടുത്തു പോകാതെ നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. അതിന് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അതുപോലെ തന്നെ നമ്മൾ ആ സമയമാണ് യോന കർത്താവിനെ ഓർക്കുന്നത്. കർത്താവിനെ അങ്ങനെ ദൈവം അവനെ അനുഗ്രഹിച്ചു. ആ നിലയിൽ അവനെ അവനെ സഹായിച്ചു നമുക്ക് വായിക്കാൻ കഴിയും. ആ ഭാഗമൊക്കെ എല്ലാവർക്കും കാണാപ്പാടായതുകൊണ്ട് ഞാൻ അതിൻ്റെ അധികം പറയുന്നില്ല. അതെ, ദൈവം അവനെ ഓർത്തു. അവൻ ദൈവത്തെ ഓർത്തു. അവന് പ്രാണൻ ക്ഷീണിച്ചപ്പോഴാണ് ദൈവത്തെ ഓർത്ത്. യഹോവയെ അവൻ ഓർത്തു. അവനെ നമ്മളെയും ഓർക്കുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. കർത്താവിനെ നമുക്ക് കർത്താവിനെ ഓർക്കാം. എന്തുവാണ് നമ്മൾ കർത്താവ് നമ്മളെ ഓർക്കേണ്ടത്? നമ്മൾ എന്താണ് നമ്മുടെ കർത്താവ് നമുക്ക് വിളിച്ചു ചെയ്തത്? ആ കാൽവരി മരക്കുരിശിൽ 3 ആണിമേൽ തൂങ്ങിക്കിടന്ന കർത്താവിനെ, അതേ കണ്ടാൽ ആളല്ലാന്ന് തോന്നുമാറി വിരൂപനായി കിടക്കുന്ന നമ്മുടെ കർത്താവിനെ നമുക്കൊന്ന് ഓർക്കാൻ പ്രിയപ്പെട്ടത്. നമ്മൾ ഏത് സമയത്തും നമ്മൾ ജോലി അടുക്കളയിൽ പണി ചെയ്യുമ്പോഴും നമ്മൾ ജോലി ചെയ്യുമ്പോഴും നമ്മൾ യാത്ര ചെയ്യുമ്പോഴും ഒക്കെ ആ ഓർമ്മ നമ്മുടെ കർത്താവിനെ നമുക്ക് ഓർക്കുന്ന ഓർമ്മ അതാണ്. എനിക്ക് വേണ്ടി തകർന്നു ഒതുങ്ങി എന്നെ രക്ഷിപ്പാൻ എന്റെ കർത്താവ് എന്തായി തീർന്നു എന്നുള്ളത് ഓർക്കുമ്പോൾ കുരിശുമരത്തിൽ കിടക്കുന്ന ഒരു കർത്താവിനെയാണ് നാം ഓർക്കേണ്ടത്. ആ ഓർമ്മയോടുകൂടി നമ്മുടെ കർത്താവിന്റെ കണ്ണുകളിലേക്ക് നമ്മുടെ കണ്ണുകളെ ഉയർത്തിയാൽ നമ്മുടെ ജീവിതം ധന്യമായി തീരും, യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് നമ്മുടെ കർത്താവിനെ നമുക്ക് ഓർക്കാം. 4-മതായി ജീവിത പോരാട്ടത്തിൽ ഓർക്കുന്ന പ്രാർത്ഥന. യെരമ്യാവിന്റെ പുസ്തകം 4:4 നിങ്ങൾ അവരെ പേടിക്കണ്ട, വലിയവനും ഭയങ്കരനുമായ കർത്താവിനെ ഓർക്കുക. അവിടെയും ഒരു ഓർമ്മയാണ് പറയുന്നത്. നിങ്ങൾ അവരെ പേടിക്കണ്ട. ആരെയാണ്? സാത്താന്റെ തന്ത്രങ്ങളിൽ ഉപയോഗിക്കുന്ന അതെ സോബിയാവും അതെ നെഹെമ്യാവിനെ വളരെ പരിഹസിച്ച് നിന്ദിച്ച് അവരെ ഇങ്ങനെ പുറന്തള്ളുകയാണ്.
എന്നാൽ നഹിമ പറയുവാണ്, നിങ്ങൾ അവരെ പേടിക്കണ്ട, വലിയവനും ഭയങ്കരമായ കർത്താവിനെ ഓർക്കുക. നമ്മുടെ കർത്താവിനെ നമുക്കുണ്ട്. നമ്മുടെ ശത്രു പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വിശ്വാസത്തിന് വേണ്ടി ഒരു ചുവട് മുന്നോട്ട് വെക്കുമ്പോൾ 4 ചുവട് പുറകോട്ട് വലിക്കാൻ സാത്താൻ ശ്രമിക്കും. അവന്റെ തന്ത്രങ്ങൾ നമ്മൾ അകപ്പെട്ട് പോകരുത് പ്രിയപ്പെട്ടവർ. എന്റെ ജീവിതത്തിൽ ഓരോ അനുഭവങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. അവർ പലപ്പോഴും നമ്മൾ കർത്താവിന് വേണ്ടി കൂടുതൽ അടുത്ത് ജീവിക്കും ചെല്ലുന്തോറും നമ്മളെ പുറകോട്ട് വലിക്കുവാൻ തൊക്കണം സാത്താൻ വളരെയേറെ തന്ത്രം കൊണ്ട് ഉപയോഗിക്കുന്നു. നമുക്കത് ഏത് നിലയിലാണോ നമുക്കറിയാൻ പറ്റത്തില്ല. എന്നാൽ നമ്മുടെ കർത്താവ് നമുക്കുണ്ട്. എന്നെ വീണ്ടെടുത്ത് രക്ഷിച്ച എന്റെ കർത്താവിന്റെ രക്തത്താൽ ശുദ്ധീകരിച്ച എന്റെ കർത്താവ് എനിക്ക് വേണ്ടി ഉണ്ട് നമ്മൾ പരിപൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് അവന്റെ പാദപീഠത്തിൽ ചെല്ലുക. കർത്താവ് നമ്മളെ സഹായിക്കും. അതെ, അവനും വലിയവനും മഹാനുമായിരിക്കുന്നവർക്ക് സ്തോത്രം ചെയ്യാം നമുക്ക്. അതെ, അവന്റെ സന്നിധി നമുക്ക് താണി വീണ് നമ്മുടെ കർത്താവിന്റെ സന്നിധി നമ്മളായിരിക്കുമ്പോൾ നമ്മൾ സാത്താനെ പേടിക്കേണ്ട. വേറെ കർത്താവ് നമുക്കുണ്ടോ എന്നാൽ ഒന്നിനെയും പേടിക്കണ്ട. നമുക്ക് അവരുടെ പാദപീഠത്തിലേക്ക് അടുത്ത് ചെന്ന് നമ്മുടെ സകല വിഷയങ്ങളും പറഞ്ഞ് നമ്മുടെ എല്ലാ കാര്യങ്ങളും പ്രിയന്റെ പാദപീഠത്തിൽ നിർത്തി വെച്ച് വിശ്വസതയോടുകൂടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഹൃദയം ശുദ്ധമായിരിക്കണം, നമ്മുടെ താഴ്മയുള്ളവരായിരിക്കണം. കർത്താവ് എന്നിൽ വളരണം, ഞാൻ കർത്താവിൽ കുറയണം. അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഒന്നും കർത്താവ് മറുപടി തരാതിരിക്കത്തില്ല. എല്ലാത്തിനും കർത്താവ് മറുപടി തരും. അതുകൊണ്ട് നമുക്ക് ആ പാദത്തിന്റെ അടുത്തെല്ലാം. അതുപോലെ 5-ാമതായി രാത്രി കാലത്ത് കർത്താവിനെ ഓർത്തുള്ള പ്രാർത്ഥന. സങ്കീർത്തനം 63:5 നമ്മൾ വായിക്കുന്നു. എന്റെ കിടക്കയിൽ നിന്നെ ഓർക്കുകയും രാത്രിയാമങ്ങളിൽ നിന്നെ ഞാൻ ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ എന്റെ പ്രാണന് തൃപ്തി വരുന്നു. ഹല്ലേലൂയ. രാത്രിയുടെ യാമങ്ങളില് രാത്രി 12 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥനയ്ക്ക് സകല ചരാചരങ്ങൾ ഉറങ്ങുന്ന സമയമാണ്. ചീകടിന്റെ അരപ്പോഴും ശബ്ദം പോലും കേൾക്കാൻ പറ്റില്ല. അതെ, അത് നമ്മൾ 12 മണിക്കെങ്കിലും എഴുന്നേറ്റ് കർത്താവിനെ കൊടുക്കാൻ നമുക്ക് വളരെ വലിയ കൃപകൾ നമുക്ക് ലഭിക്കും. നമ്മുടെ കർത്താവ് നമുക്ക് വളരെ അനുഗ്രഹമായി തീരും. അതുകൊണ്ട് നമുക്ക് അവരുടെ സന്നിധിയിലേക്ക് അടുത്ത് നമ്മുടെ പ്രാണനെ തൃപ്തി വരും. ആ സമയത്ത് രാത്രിയാമങ്ങളിൽ നമ്മൾ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുക. നമ്മുടെ കിടക്കയിൽ എന്റെ കിടക്കയിൽ നിന്നെ ഓർക്കുകയും രാത്രിയാമങ്ങളിൽ നിന്നെ ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ എന്റെ പ്രാണനെ തൃപ്തി വരും. നമ്മൾ കർത്താവിനെ ധ്യാനിക്കുക, കർത്താവിനെ ഓർക്കുക, നമ്മൾ പ്രാർത്ഥിക്കുക, അവന്റെ പാദപീഠത്തിൽ അടുത്ത് ചെല്ലുക. നമ്മൾ മടക്കി കർത്താവിനോട് അടുത്ത് നമ്മുടെ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മുടെ കർത്താവ് നമുക്ക് മതിയാവനാണ്. നമ്മളെ തള്ളുകയില്ല, ഉപേക്ഷിക്കുക, മറന്നു കളയില്ല. അതുകൊണ്ട് നമുക്ക് അവന്റെ സന്നിധിയിലേക്ക് അടുത്ത് ചെല്ലാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. 6-ാമതായി യൗവനകാലത്തുള്ള പ്രാർത്ഥന. ഇളയ സഹോദരിമാരുണ്ടെങ്കിൽ ഞാൻ അവരോട് പറയട്ടെ, നമ്മുടെ യൗവനകാലത്ത് നമ്മൾ കർത്താവിനെ ഓർക്കണം പ്രിയപ്പെട്ടവരെ. നമ്മുടെ ജോലി കാര്യങ്ങളിലോ അല്ലെങ്കിൽ പഠന കാര്യങ്ങളോ ഒക്കെ നമുക്ക് ഉണ്ടായി വളരെ ബന്ധപ്പാടുകൾ നമുക്കുണ്ട്. എങ്കിലും ഒന്നാമതായി നമ്മുടെ കർത്താവിനെ നമ്മൾ ഓർക്കണം. നമ്മുടെ യൗവനകാലത്ത് നമ്മൾ കർത്താവിനെ ഓർക്കുമ്പോൾ അവിടെ വളരെ വലിയ കൃപകൾ, അത് നമ്മുടെ ജീവിതത്തിന്റെ അവസാനം വരെയും ആ കൃപകൾ നമുക്ക് ഉണ്ടായിരിക്കും. ഒരു നാളും കർത്താവ് ആ കൃപകൾ മാറ്റുകയില്ല. അതേ സഭാപ്രസംഗി 12:1 നമ്മൾ വായിക്കുന്നു, നിന്റെ യൗവനകാലത്തെ നിന്റെ സ്രഷ്ടാവിനെ ഓർത്തു കൊള്ളുക. നമ്മുടെ യൗവനകാലത്ത് നമ്മുടെ കർത്താവിനെ ഓർക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവും പദവിയുമായിരിക്കുന്നവർ ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. നമ്മൾ ഓരോരുത്തരും അങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നമ്മുടെ ജീവിതം പക്ഷെങ്കിൽ കർത്താവ് നമ്മളെക്കുറിച്ച് നോക്കുമ്പോൾ നമ്മുടെ ജീവിതം ധന്യമാകണം. അത് എങ്ങനെ ധന്യമാകാം? ഞാൻ പറഞ്ഞ പോലെ നമ്മൾ നിഷ്കളങ്കമായ ഹൃദയമായിരിക്കണം. നമ്മൾ അന്യോന്യ സ്നേഹമുള്ളവരായി, സന്തോഷമുള്ളവരായി, സമാധാനമുള്ളവരായി, കൃപകളാൽ നിറയപ്പെട്ടവരായി, ആത്മാവിൽ സത്യത്തിലും കർത്താവിനെ ആരാധിച്ച് മഹത്വപ്പെടുത്തുന്നവരായി, പരിശുദ്ധമായ നിർമ്മല ശക്തിയുള്ളവരായി കർത്താവിനെ നാം മഹത്വത്തിന് വേണ്ടി നമുക്ക് ജീവിക്കാം. നമ്മുടെ കർത്താവിനെ സഹായിക്കട്ടെ. 6-ാമതായി പ്രയാസഘട്ടങ്ങളിലുള്ള പ്രാർത്ഥന. അവിടെയും യോനായുടെ പുസ്തകം 2:7 അത് യോനായുടെ പുസ്തകം 2:7 വാക്യത്തിന്റെ 2-ാമത്തെ ഘട്ടമാണ്. അവിടെ നമ്മൾ കാണുന്നത്, എന്റെ പ്രാർത്ഥന നിന്റെ വിശുദ്ധ മന്ദിരത്തിൽ നിന്റെ അടുക്കൽ എത്തി. അതെ, എന്റെ പ്രാർത്ഥന നിന്റെ വിശുദ്ധ മന്ദിരത്തിൽ നിന്റെ അടുക്കൽ എത്തി. അത് യോന പിന്നെയും മത്സ്യത്തിന് വേണ്ടി തന്നെ കിടന്നിട്ട് പറയുകയാണ്, എന്റെ പ്രാർത്ഥന നിന്റെ തിരുത്തലിൽ എത്തി. അതെ, അവന് മനസ്സിലായി, ഇനി ഞാൻ ഈ മത്സ്യത്തിന് വേണ്ടി അതിൽ നിന്ന് കടക്കേണ്ടി വരികയില്ലാന്ന് അവൻ ഒരു പക്ഷേ വിചാരിച്ചാണോ ഞാൻ ഓർത്തു. കാര്യം അവനെ അവിടെ കിടന്നുകൊണ്ട് ശരിക്കും ദൈവത്തെ കണ്ടുമുട്ടി. അവന് ദൈവത്തെ മനസ്സിലാക്കാൻ കഴിഞ്ഞു. അവന്റെ പ്രാർത്ഥന അവിടെ കർത്താവിന്റെ സന്നിധി എത്തിയെന്ന് യോന പറയുകയാണ്. വിശുദ്ധ മന്ദിരത്തിൽ നിന്റെ അടുക്കൽ എത്തി. അതെ, നമ്മളും ഓരോരുത്തരും ഓർത്ത് നോക്കി നമ്മുടെ ദിവസം പ്രാർത്ഥിക്കുമ്പം, എന്റെ കർത്താവ് എനിക്ക് ഈ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുമോ, എനിക്ക് ഇതുവരെ തന്നില്ലല്ലോ, ഞാൻ എന്ത് ചെയ്യും എന്ന് നമ്മൾ പലപ്പോൾ നമ്മൾ ഓർക്കാറുണ്ട്. ഞാൻ അങ്ങനെ ഓർത്തിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. എന്നാലും എന്റെ കർത്താവ് നമ്മളെ തള്ളുകയില്ല. നമുക്ക് ആവശ്യം അറിഞ്ഞ്, നമ്മുടെ ഹൃദയം അറിഞ്ഞ്, നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ്, നമ്മുടെ ഹൃദയം അറിഞ്ഞ് നമ്മളെ നന്നായി അറിയുന്ന കർത്താവ് നമ്മുടെ ആവശ്യങ്ങൾ വലിയവനും മതിയാവനുമായി എന്റെ പ്രിയപ്പെട്ടവരെ നമ്മളോട് കൂടെ നമ്മുടെ കർത്താവുണ്ട്. അവൻ നമ്മളെ ഒരിക്കലും തള്ളുകയില്ല, മറന്നു കളയുകയില്ല, ഉപേക്ഷിച്ച് കളയില്ല. കാരണം അമ്മ തന്നെ കുഞ്ഞിനെ മറന്നാലും കർത്താവ് നമ്മളെ മറക്കത്തില്ല. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് കർത്താവ് മറുപടി തരും. നമ്മളെ അവന് സഹായിക്കും, നമ്മളെ അനുഗ്രഹിക്കും. അതാത് സമയങ്ങളിൽ വേണ്ടതായ കൃപകൾ കർത്താവ് തന്നെ നമ്മളെ പോറ്റിപ്പെടുത്തും. അതാണ് നമ്മുടെ കർത്താവ്. ആ കർത്താവിലാണ് നമ്മൾ ആശ്രയിക്കുന്നത്. നമ്മളെ വീണ്ടെടുത്ത് രക്ഷിച്ച കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം.
എട്ടാമതായി വീട്ടിൽ നിന്ന് അകന്നിരിക്കുമ്പോഴുള്ള പ്രാർത്ഥന. എൽസിയമ്മയെ പോലെയൊക്കെ ദൂരെ പോയിരിക്കുമ്പോഴും അവിടെ നമുക്ക് നമ്മുടെ കർത്താവിനെ പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവിനോട് നമുക്ക് നമ്മൾ ഏത് സാഹചര്യത്തിൽ എവിടെയാണേലും നമ്മുടെ പ്രാർത്ഥന എവിടെയാണെന്നോ അവിടെയാണെന്നോ ഇവിടെയാണെന്നോ ഒന്നും നമുക്ക് പിന്നെ നമുക്ക് നിരാശപ്പെടേണ്ട ആവശ്യമില്ല. അകലെയാണ് വീട്ടിൽ നിന്ന് അകന്നിരിക്കുമ്പോൾ നമുക്ക് ദൈവത്തോട് നമ്മുടെ പ്രാർത്ഥന നമ്മുടെ കർത്താവിനോട് ഉള്ളുരുക്കി പ്രാർത്ഥിക്കാം. അവന്റെ സന്നിധി നമുക്ക് വളരെ വളരെ കൃപകൾ പ്രാപിക്കാം. അതിന്റെ ആ പ്രാർത്ഥനയുടെ പരമായി സഖ്യാവിന്റെ പുസ്തകം 10-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം, ദൂരദേശങ്ങളിൽ വെച്ച് അവർ എന്നെ ഓർക്കും. ദൂരദേശങ്ങളിൽ വെച്ച് അവരെന്നെ ഓർക്കും. അതെ, കർത്താവിനെ ഓർക്കുന്നത് ദൂരദേശത്ത് വെച്ചാണെങ്കിൽ നമ്മൾ ഓർക്കണം. ആ കർത്താവിന്റെ സന്നിധി നമ്മൾ പാടുപെടുത്തി നമ്മൾ ചെല്ലണം. കർത്താവെ, ഞാൻ അവിടെ ആയിരുന്നാലും ഇവിടെ ആയിരുന്നാലും എവിടെയാണെങ്കിലും എന്റെ കർത്താവിനോട് കൂടെ ഉണ്ടല്ലോ. എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും കർത്താവ് മതിയാനാണല്ലോ. എന്റെ കർത്താവ് എനിക്ക് എല്ലാത്തിനും മതിയാനാണല്ലോ. എന്നെ കരുതുന്ന, എന്നെ സൂക്ഷിക്കുന്ന, എന്നെ പരിപാലിക്കുന്ന, എന്നെ നടത്തുന്ന, പോറ്റുന്ന, ശത്രുക്കളുടെ വശത്തിൽ നിന്ന് എന്നെ വിടിവിക്കുന്ന എന്റെ കർത്താവ് എനിക്കുണ്ടല്ലോ എന്ന് നമ്മൾ ഓർത്ത് നമുക്ക് കർത്താവിനെ മുഖത്തിപ്പെടുത്താം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഈ പലരുമായ ഈ പ്രാർത്ഥന കർത്താവിനെ നമുക്ക് അർപ്പിക്കാം. കർത്താവിന് പ്രതിഫലം തരും, തീർച്ചയായും പ്രതിഫലം തരും. നമ്മൾ കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. 9-ാമതായി യഥാർത്ഥ പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരം ലഭിക്കുന്നു. ഇയ്യോബിന്റെ പുസ്തകം 36-7 വാക്യത്തെ നമ്മൾ വായിക്കുന്നു. എളിയവരുടെ നിലവിളി ദുരിതന്മാരുടെ നിലവിളി. അത് നമുക്കറിയാം. ഇയ്യോബ് ഏത് നിലയിലായി തീർന്നു നമുക്കറിയാം. അവൻ എളിയവനായി തീർന്നു, പീഡിതനായി തീർന്നു. ആ സമയം കർത്താവിനെ സന്നിധിക്ക് അവൻ ദൈവസന്നിധിയിലേക്ക് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയുടെ ഫലം ആ ഇയ്യോബ് അനുഭവിച്ചതാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ പറയുന്നത്, എളിയവരുടെ നിലവിളി പീഡിതന്റെ നിലവിളി. അത് നമുക്ക് മനസ്സിലാകാം. അതൊക്കെ നമുക്ക് എല്ലാം ഇയ്യോബിന്റെ പുസ്തകത്തിൽ നമുക്ക് എല്ലാം മനപ്പാടാണ്. അതൊക്കെ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഇതുപോലെ എനിക്ക് ഒരിക്കലും ചിന്തിക്കാൻ കഴിയത്തില്ല. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. അത്ര കഠിന ശോധനയിലൂടെയാണ് ഇയ്യോബ് കടന്നു പോയത്. എങ്കിലും നിലവിളി ദൈവം കേൾക്കുമെന്ന് ഞാൻ അത് ഇയ്യോബ് പറയുകയാണ്. സങ്കീർത്തനം 4:3 ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ കേൾക്കത്തുള്ളൂ. പക്ഷെ കർത്താവ് എല്ലാ സമയങ്ങളും കേൾക്കാൻ മതിയാവനാണ്. ഏത് സമയത്തും നമ്മളോട് കൂടെ കർത്താവ് ഉണ്ട്. പക്ഷെ നമ്മളൊന്ന് വിളിക്കണം, നമ്മളൊന്ന് കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തണം, കർത്താവിന്റെ ശരീരം നമ്മളൊന്ന് ചെല്ലണം. അതിനാണ് നമ്മുടെ ഉത്തമഗീതത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, പാറയുടെ പിളർപ്പിൽ മറിഞ്ഞിരിക്കുന്ന പ്രാവേ നീ ഒന്ന് എഴുന്നേൽക്ക, നിന്റെ മുഖം ഞാനൊന്ന് കാണട്ടെ, നിന്റെ സ്വരവും ഞാനൊന്ന് കേൾക്കട്ടെ. നമ്മുടെ സ്വരവും നമ്മുടെ മുഖവും നമ്മുടെ സ്വരവും ഒക്കെ കേൾക്കേ നമ്മുടെ കർത്താവ്. പക്ഷെ നമ്മുടെ കർത്താവ് പറയുന്നത് എഴുന്നേൽക്ക്, ഞാൻ നിന്റെ മുഖം ഒന്ന് കാണട്ടെ, നിന്റെ സ്വരം ഒന്ന് കേൾക്കട്ടെ. നമ്മുടെ കർത്താവിന്റെ മുഖത്തേക്ക് നമ്മുടെ മുഖങ്ങളെ ഒന്ന് ഉയർത്താം. നമ്മുടെ മുഖം നമ്മുടെ കർത്താവിനെ സന്നിധിക്ക് നമുക്ക് നോക്കി, നമ്മുടെ പ്രാർത്ഥന അവിടുത്തെ മുഖത്തോട് നോക്കി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് നമ്മളെ സഹായിക്കും, നമ്മുടെ കർത്താവ് നമ്മളെ കരുതും. അതെ, ദൈവം നമുക്ക് മതിയാനായി കൂടുന്നുണ്ട്. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സങ്കീർത്തനം 4:3 യഹോവയെ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവൻ കേൾക്കും. സങ്കീർത്തനം 18:6 നമ്മൾ വായിക്കുന്നു, എന്റെ കഷ്ടതയിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു, എന്റെ ദൈവത്തോട് നിലവിളിച്ചു. എന്റെ ദൈവം നിലവിളിച്ചു, എന്റെ ദൈവത്തോടെ നിലവിളിച്ചു. സങ്കീർത്തനം 18:6 നമ്മൾ വായിക്കുന്നത്. എന്റെ കഷ്ടത, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കഷ്ടത ഉണ്ടാകാറില്ലേ? നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എത്രയോ കഷ്ടത ഓരോ സമയങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഏതെല്ലാം നിലയുള്ള രോഗങ്ങളോ ദുഃഖങ്ങളോ കുഞ്ഞുങ്ങളുടെ കാര്യത്തിലോ നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള സമയങ്ങളിലോ പല നിലയിലുള്ള നിരാശകളോ നെടുവീർപ്പോ നിന്നയോ പരിഹാസമോ പഴിയോ ദൂഷ്യോ എന്തൊക്കെയാണ് നമുക്കുണ്ടാകും നമുക്കറിയാം. നമുക്ക് പല കഷ്ടതകൾ നമുക്ക് ഉണ്ടാകും. അപ്പോഴെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ കർത്താവിന്റെ സന്നിധിയിലേക്ക് നമ്മൾ എന്റെ ദൈവത്തോട് നിലവിളിച്ച് എന്റെ കർത്താവിനോട് നമുക്ക് നിലവിളിക്കാൻ പ്രിയപ്പെട്ടത്. നമ്മുടെ കർത്താവിനോട് നിലവിളിക്കാം. ഏത് കാര്യത്തിനും കർത്താവ് മാത്രം മതിയാകണം. നമ്മുടെ അനുഭവം അറിഞ്ഞ്, നമ്മുടെ സ്ഥിതി അറിഞ്ഞ്, നമ്മുടെ നില അറിഞ്ഞ് നമ്മളെ സഹായിക്കാൻ നമ്മുടെ കർത്താവ് മാത്രമേ നമുക്കുള്ളൂ. എല്ലാ ലോകത്തിൽ ആരും നമുക്കില്ല. അവൻ എത്ര മതിയായവനാണ്, എത്ര സഖിയാണ്, എത്ര തുണയാണ്, എത്ര മതിയായവനാണ്. ആ കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം. കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് കടന്നില്ല. സദൃശവാക്യം 15:29 നമ്മൾ വായിക്കും, നീതിമാന്മാരുടെ പ്രാർത്ഥനയോ അവൻ കേൾക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. നീതിമാന്മാർ, നമ്മളെ കർത്താവ് നീതീകരിച്ചാൽ നമ്മളെ മറ്റാരും കുറ്റം വിധിക്കത്തില്ല. വിധിച്ചാലും അത് കർത്താവിന് കർത്താവിന്റെ സന്നിധിയിൽ അത് ഒരിക്കലും യോഗ്യമാകത്തില്ല. അത് നമ്മുടെ കർത്താവ് നമ്മളെ നീതിയിലേക്ക് നമ്മളെ നടത്തുമ്പോൾ നമ്മളെ സാത്താൻ തന്ത്രങ്ങൾ ഉപയോഗിച്ചാലും കർത്താവ് നമ്മളോട് കൂടെയുണ്ട്. നമുക്ക് അവന്റെ പാദപ്രത്യങ്ങളുടെ അടുത്ത് എല്ലാം അവന്റെ സന്നിധി നമുക്ക് വണങ്ങാൻ വീണ് നമസ്കരിക്കാൻ കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. കർത്താവ് സഹായിക്കട്ടെ. കർത്താവായി വെണ്ണീരിലിരുന്നുള്ള പ്രാർത്ഥന. ദാനിയേലിന്റെ പുസ്തകം 9:3 നമ്മൾ വായിക്കുന്നു. അപ്പോൾ ഞാൻ ഉപവസിച്ചും രട്ടുടുത്തും വെണ്ണീരിരുന്നു കൊണ്ട് പ്രാർത്ഥനയോടും യാതനകളോടും കൂടെ അപേക്ഷിക്കേണ്ടതിന് ദൈവമായ കർത്താവിലേക്ക് മുഖം തിരിച്ചു. പ്രൈസ് ദി ലോർഡ്. കർത്താവിലേക്ക്, നമ്മൾ ദൈവമായ കർത്താവിലേക്ക്. അവിടെ 3 കാര്യമാണ് അത് ദാനിയേൽ പറയുന്നത്. ഉപവസിച്ചും രട്ടുടുത്തും വെണ്ണീരിരുന്നു.
ഇത് 3 അനുഭവങ്ങളാണ് ദാനിയേലിനാസം. നമുക്കറിയാം ദാനിയേൽ അത് എന്തിനു വേണ്ടി പ്രാർത്ഥിച്ചാൽ നമുക്കറിയാമല്ലോ. ആ ദാനിയേലിന്റെ പ്രാർത്ഥന എത്ര വിലയിരുതാണ്. എല്ലാവരെയും ദാനിയേലിനെ കൂട്ടുകാരെ സഹിതം കൊല്ലുവാൻ രാജാവ് കൽപ്പന കൊടുത്തപ്പോൾ എന്താണ് ഇതിന് കാരണം എന്ന് ചോദിച്ചപ്പോഴാണ് ദാനിയേലിനോട് ഇത് വിവരം പറയുന്നത്. അപ്പൊ ദാനിയേൽ എന്ത് ചെയ്തു? അവരെ പോയി 8-ലും വെണ്ണീരിലും ഉപവസിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രാർത്ഥന ഉപവാസത്തോടുകൂടി നമുക്കിപ്പോ 8-ലും വെണ്ണീരിലും ഒന്നും ഇരിക്കാൻ പറ്റത്തില്ലല്ലോ. നമ്മളങ്ങനെ ഇരിക്കുന്നില്ല. അത് പഴയ കാലത്ത് അങ്ങനെ ചെയ്യുമായിരുന്നു. നമുക്ക് ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ. ഉപവാസ പ്രാർത്ഥനയ്ക്ക് വലിയൊരു പ്രത്യേകതയുണ്ട്. എനിക്ക് ഒത്തിരി അനുഭവമുണ്ട് പ്രിയപ്പെട്ടവരെ. ഉപവസിച്ച് നമ്മൾ കണ്ണിലൊഴുക്കി പ്രാർത്ഥിച്ചാൽ നമ്മളെ ആ കർത്താവ് നമ്മളെ അറിഞ്ഞ് നമുക്ക് നമ്മൾ ചോദിക്കുന്നത് കർത്താവ് തരും. നമ്മളെ സഹായിക്കും. നമ്മൾ ഉദ്ദേശിക്കുന്നത് ചോദിക്കുന്നതിനോട് നിനക്ക് ഉപരിയായി നമ്മുടെ കർത്താവ് നമുക്ക് നമ്മളെ സഹായിക്കുന്ന കർത്താവാണ്. അതുകൊണ്ട് നമ്മുടെ കർത്താവിന്റെ പാദപ്രതിക്ക് നമ്മുടെ മുഖങ്ങളെ ഉയർത്താം. നമുക്ക് അവരുടെ സന്നിധി നമുക്ക് നമ്മുടെ അപേക്ഷകൾ കഴിക്കാം. നമ്മുടെ കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. 1 തെസ്സലോനിക്കർ 3:10 ഇനി ഞങ്ങളുടെ മുഖം കാണുവാനും നിങ്ങളുടെ വിശ്വാസത്തിന്റെ കുറവ് തീർപ്പാനുമായി ഞങ്ങൾ രാവും പകലും വളരെ താല്പര്യത്തോടെ പ്രാർത്ഥിച്ചു പോലും. അത് പൗലോസ് പറയുന്ന കാര്യമാണ്, നമുക്കറിയാം. അത് നിങ്ങളുടെ മുഖം കാണുവാൻ ഞങ്ങളുടെ മുഖം നിങ്ങൾക്ക് കാണുവാനും നിങ്ങളുടെ വിശ്വാസത്തിന്റെ കുറവ് തീർക്കാനുമായിട്ട് നിങ്ങളെ ഓർന്ന് വരേണ്ട ഞങ്ങൾ രാവും പകലും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ, ആ പൗലോസിന്റെ ആഗ്രഹം തന്റെ കൂട്ടുവിശ്വാസികളെ കാണുവാൻ, തന്റെ ശിഷ്യന്മാരെ കാണുവാൻ, അതെ, ഞങ്ങൾ രാവും പകലും ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളും പ്രാർത്ഥിക്കണം. അതെ, അതുപോലെ 1 തിമോഥെയോസ് 5:5 ദൈവത്തിൽ ആശ വെച്ച് രാപകൽ യാതനയാലും പ്രാർത്ഥനയാലും ഉച്ചു പാർക്കുന്നു. നമുക്ക് രാപകൽ ഉപാസത്താലും പ്രാർത്ഥനയാലും ഉച്ചു പാർക്കുന്നു. അതും പൗലോസ് പറയുന്ന കാര്യം. നമ്മുടെ ദൈവത്തിന്റെ സന്നിധി നമ്മൾക്ക് കഴിയുന്ന സമയങ്ങളൊക്കെ നമുക്ക് ദൈവസന്നിധി പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്താം. നമ്മുടെ കർത്താവിന്റെ സന്നിധി നമ്മൾ തന്നെ താഴ്ച സമർപ്പിക്കാം. 1 തെസ്സലോനിക്കർ 5:25 സഹോദരന്മാരെ ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നത് പൗലോസ് പറയുകയാണ്. ഇത്ര നേരം ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, അല്ലെങ്കിൽ നിങ്ങൾ എല്ലാവർക്കും വേണ്ടി പഠിച്ചു, ഇനി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. അത് നമ്മുടെ ജീവിതത്തിലെ വലിയ കാര്യമാണ്. നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി, നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി, നമ്മുടെ മറ്റുള്ള എല്ലാവർക്കും വേണ്ടി, നശിച്ചു പോകുന്ന പാപികൾക്ക് വേണ്ടി, നമ്മുടെ ചുറ്റുപാടുള്ളവർക്ക് വേണ്ടി, നമ്മുടെ അയൽപക്കത്തുള്ളവർക്ക് വേണ്ടി ഒക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്ന കടമ നമുക്കുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് ആ നിലയിൽ പ്രാർത്ഥിക്കാൻ തക്കോണം കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ദൈവസന്നിധി നമുക്ക് നമ്മുടെ യാതനയും പ്രാർത്ഥനയും നമ്മുടെ ഉപവാസ പ്രാർത്ഥനയും ഒക്കെ കർത്താവ് ആദരിക്കാത്തക്കോണൊക്കെ നമ്മുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിച്ചുകൊണ്ട് താഴ്മയും വിനയമുള്ളവരായി കർത്താവ് സമയമൊക്കെ പാതപിടിച്ച് നമുക്ക് ഇരിക്കാം. ഞാനിങ്ങനെ 10 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്നാമതായി ആത്മാർത്ഥതയിൽ ദൈവത്തോടുള്ള പ്രാർത്ഥന, ദൈവത്തോടുള്ള നിലവിളി, പുറപ്പാട് പുസ്തകം 2:23. രണ്ടാമതായി അനുദപിക്കുന്നവർക്കുള്ള വാഗ്ദാനങ്ങൾ, എസ്രാ 10:1. മൂന്നാമതായി പ്രാണനുള്ളിൽ ക്ഷീണിച്ചപ്പോഴുള്ള പ്രാർത്ഥന, യോന 2:7, യോണിന്റെ ആദ്യത്തെ ഭാഗം. നാലാമതായി ജീവിത പോരാട്ടത്തിൽ ഉള്ള പ്രാർത്ഥന, നെഹമ്യാ 4:4. അഞ്ചാമതായി രാത്രികാലത്ത് ഉള്ള പ്രാർത്ഥന, സങ്കീർത്തനം 63:5. ആറാമതായി യൗവനകാലത്തുള്ള പ്രാർത്ഥന, സഭാപ്രസംഗി 2:12-7. ഏഴാമതായി പ്രയാസഘട്ടങ്ങളിലുള്ള പ്രാർത്ഥന, യോന 2:7 രണ്ടാമത്തെ ഭാഗം. എട്ടാമതായി വീട്ടിൽ നിന്ന് അകന്നിരിക്കുമ്പോഴുള്ള പ്രാർത്ഥന, സക്കറിയ 10:9. ഒമ്പതാമതായി യഥാർത്ഥ പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരം, യോബ് 34:27. പത്താമതായി വെണ്ണിയിൽ ഇരുന്നുകൊണ്ടുള്ള പ്രാർത്ഥന, ദാനിയേൽ 9:3. നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ വചനം കർത്താവിന്റെ സന്നിധിയിൽ എനിക്ക് വെക്കാൻ ഈ പ്രാർത്ഥനയും മാത്രമാണ് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞത്. എന്റെ ദൈവത്തിന്റെ സന്നിധിയിലാതെ ഇങ്ങനെ ഒരു അവസരം എനിക്ക് ദൈവം തന്നു. എന്റെ കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വിശേഷാലിക്ക് ഈ അവസരം തന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോടും വിശേഷാലൻ ഷിവായോടുമുള്ള നന്ദി കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ അറിയിക്കുന്നു. തുടർന്നും എന്നെ പ്രാർത്ഥനയിൽ ഓർക്കുക. നിന്റെ കർത്താവിന്റെ സന്നിധി എനിക്കും ഭക്തിയോടും വിശ്വാസത്തോടും ഈ കുടികൾക്കൊക്കെ സംബന്ധിപ്പാനും ദൈവത്തിന്റെ കൃപ അനുഭവിപ്പാനും പ്രാപിപ്പാനും ദൈവം കൃപ തരുന്നുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥന ഞാൻ അപേക്ഷിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ.